ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്നത്തേതൊരു ഡേ ഇൻ മൈ ലൈഫ് തന്നെ കേട്ടോ. ഞാൻ വർക്കിന് പോകുന്നതിന് മുമ്പ് വീട്ടിലത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെ ഒന്ന് ഉൾക്കൊള്ളിച്ചിട്ടുള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ സുബഹി നമസ്കാരമൊക്കെ കഴിഞ്ഞ് പായലിരിക്കാനൊന്നും ടൈം കിട്ടൂല കേട്ടോ. അപ്പോൾ സുബഹി കുറേ വൈകിട്ടാണല്ലോ കൊടുക്കുന്നത്. അപ്പോൾ നിസ്കാരമൊക്കെ കഴിഞ്ഞ് ഞാൻ വേഗം കിച്ചണിലേക്ക് കയറിയിട്ടുണ്ട്. കാരണം ഫുഡും കാര്യങ്ങളൊക്കെ ആക്കണം. പിന്നെ 8 മണിക്ക് എനിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങും. അപ്പോൾ ഞാൻ വെണ്ണീറൊക്കെ ഒന്ന് കോരി ഒഴിവാക്കിയിട്ട് കിച്ചണും അവിടെയൊക്കെ ഒന്ന് തുടച്ചെടുക്കുക കേട്ടോ. പിന്നെ ഈ നോമ്പിൻ്റെ കുറേ നനച്ചുള്ളി പരിപാടികളൊക്കെ കിടക്കുന്നുണ്ട്, ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ. എന്നാൽ ഒഴിവ് കിട്ടിയിട്ടില്ല. ഇനിയിപ്പോൾ ശനിയോ ഞായറൊക്കെ ലീവ് എടുത്തിട്ട് വേണം അതൊന്ന് ചെയ്തെടുക്കാൻ. അപ്പോൾ നമ്മൾ അടുപ്പും ഭാഗങ്ങളൊക്കെ ഒന്നിങ്ങോട്ട് തുടച്ചിട്ടിട്ട് ഈ ഗ്യാസുമ്മ ഞാൻ ചായ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പാലും ചായയും കൂടി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ചോറിന് തീ കത്തിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. വേഗം കത്തിച്ചെടുത്ത് അന്ന് വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടില്ല, കാരണം അപ്പോൾ ടൈം പോവും. പിന്നെ എൻ്റെ ട്രൈപോഡ് പൊട്ടിയിട്ടുണ്ട്. അപ്പോൾ പിന്നെ ഒരാൾ തന്നെ വേണം ഒന്ന് എടുത്ത് തരാൻ. അപ്പോൾ വെള്ളമൊക്കെ ഒന്ന് തിളച്ചപ്പോൾ അരിയിട്ട് ചെറിയ മോള് എൻ്റെ കൂടെ എണീക്കൂട്ടോ. അപ്പോൾ അവിടെ രാവിലെ എണീറ്റിട്ടുണ്ട്. പിന്നെ ഞാൻ ഇന്ന് കറി കുറച്ച് ബീഫ് ഉണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് കിഴങ്ങൊക്കെ ഇട്ടിട്ടൊന്ന് വേവിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ അതിലേക്കുള്ള തേങ്ങ ഒന്ന് വറുത്തെടുക്കുക കേട്ടോ ചെയ്യണത്. അപ്പോൾ തേങ്ങ ഒന്ന് വറുത്തെടുക്കുന്നുണ്ട്. പിന്നെ നമ്മളെ ചോറ് അപ്പുറത്തെ അടുപ്പിലേക്ക് മാറ്റിയിട്ട് ഞാൻ മീൻ കറി വെച്ചിട്ടുണ്ട് കേട്ടോ. കാരണം ചോറ് കുറച്ച് ടൈം അധികം എടുക്കുമല്ലോ വേവാൻ. മീൻ കറി വെച്ചാൽ കുറച്ച് സമയം ഇരുന്നാൽ ഒരു ടേസ്റ്റാണല്ലോ വിചാരിച്ചിട്ട്. പിന്നെ വാഷിംഗ് മെഷീനിക്ക് കുറച്ച് തുണി ഇട്ടിട്ടുണ്ടായിരുന്നു. രാവിലെ ആകെ ഒരു ജഗബൊക്കെ കേട്ടോ, എന്തൊക്കെ ചെയ്യണ്ട് എന്തൊക്കെ കാട്ടണ്ടെന്നൊന്നും നിശ്ചയില്ല. പിന്നെ ഈ മുറ്റം നേരം വെളുത്തിട്ടൊന്നുമില്ല കേട്ടോ. ഈ മുറ്റം നല്ലോണം ഈ അടുക്കളയുടെ ഭാഗത്ത് ചെറിയൊരു മുറ്റമുള്ളൂ. പക്ഷെ ഉള്ള മുറ്റം പെട്ടെന്ന് വൃത്തികേടാവും. അപ്പോൾ അതൊന്ന് അടിച്ചു വരികയാണ്. ലൈറ്റ് ഇട്ടിട്ടായിട്ട് അടിച്ചു വരുന്നത്. കാരണം ഒരു 6:30 ആയാലും ഇപ്പോൾ ഒരു നേരം മുടക്കൂല, കണ്ണ് കാണില്ല. അപ്പോൾ ഞാൻ ലൈറ്റൊക്കെ ഇട്ടിട്ടാണ് അടിച്ചു വരുന്നത്. ഏതാ മുതലാളി. അപ്പോൾ ഉള്ള ടൈം അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ചെയ്യണതൊക്കെ. പിന്നെ നേരെ വെളുത്തിട്ടുണ്ട്. അപ്പോഴത്തേക്കും മദ്രസക്കുള്ളവരൊക്കെ ഒന്ന് ഒരുക്കി പറഞ്ഞേക്കാണ്. ഇപ്പോൾ എക്സാം നടക്കുകയാണല്ലോ മദ്രസിൽ. അപ്പോൾ അവർ രണ്ടാളും കൂടിയും ഞാൻ ആക്കി കൊടുക്കലാണ്. പക്ഷെ ഇപ്പോൾ എനിക്ക് 8 മണി കറക്റ്റിന് ഇറങ്ങണം വീട്ടിൽ നിന്ന്. അത് കാരണം ഇപ്പം ഞാൻ ആക്കലില്ല കേട്ടോ. ഇവിടുന്ന് കുറച്ചായിട്ട് നടക്കാനുണ്ട് മദ്രസയ്ക്ക്. അപ്പോൾ അവരങ്ങനെ നടന്ന് പോയിക്കോളാന്ന് പറഞ്ഞ്. അപ്പോൾ ചോറ് അടുപ്പത്തേക്ക് വീണ്ടും വെച്ചിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ ഇടയിൽ നമ്മൾ കേബേജ് ഉപ്പേരി ഒന്ന് അരിഞ്ഞെടുക്കുകയാണ്. കേബേജ് ഉപ്പേരി വെക്കാൻ വേണ്ടിയിട്ട് കേബേജ് ഉപ്പേരി വെച്ചിട്ട് വേഗം പാഞ്ഞത് സിറ്റ് ഔട്ടൊക്കെ കേട്ടോ. കാരണം ചൂലൊക്കെ എടുത്ത് സിറ്റ് ഔട്ട് ഒന്ന് അടിച്ചു വരിട്ടിട്ടുണ്ട്. കാരണം ചിലപ്പോൾ രാവിലെ എണീക്കുന്ന സമയത്ത് നിറച്ച് പൊടി വയ്ക്കാൻ കേട്ടോ. പിന്നെ മക്കൾ തലേ ദിവസം വരത്തെ ചപ്പും ചണ്ടിയൊക്കെ ഉണ്ടാവും അവിടെ. അപ്പോൾ അതൊന്ന് വേഗം അടിച്ചു വരിട്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ 8 മണിയൊക്കെ ആകുമ്പോഴത്തേന് ജഗ പുകയിക്കാരം. അപ്പോൾ കേബേജ് ഉപ്പേരി വെച്ചതിലേക്ക് കുറച്ച് പയർ വേവിച്ച് കൂട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഉപ്പേരി വെച്ചാൽ അവിടെ മക്കളൊക്കെ എല്ലാം കഴിക്കും. വെറും കേബേജ് വെച്ചാൽ അവർക്ക് ഇഷ്ടമല്ല കേട്ടോ. അങ്ങനെ അതൊന്നായിട്ടുണ്ട്. അപ്പോഴൊക്കെ നമ്മൾ ചോറും കാലം അപ്പുറത്തേക്ക് മാറ്റി വെക്കല കേട്ടോ. ഞാൻ അധികം അടുപ്പിലാണ് കുക്ക് ചെയ്യുക. പിന്നെ ഇത് മക്കൾക്ക് കൊണ്ടുപോകാൻ സോയാബിയാണ്. അതൊന്ന് മസാലയൊക്കെ ഒന്ന് തേച്ച് വെക്കുക കേട്ടോ. സോയാബീൻ 3 പേർക്കും വേണം കേട്ടോ. 2 സ്കൂൾക്കും ഒരാൾ അംഗൻവാടിക്കുമാണ് പോണത്. 3 പേർക്കും കൂട്ടാൻ കൊണ്ടുപോട്ടോ. അപ്പോൾ സോയാബീൻ ഞാനൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം കൂടി ഉണ്ട് ഒപ്പം തന്നെ. പിന്നെ ഒന്ന് ചായക്ക് കടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ദോശമാവ് അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെയുള്ള കട്ടൻ ചായ ആക്കി വെച്ചിട്ടുണ്ട്. ഇനി ദോശ ഒന്ന് ചുട്ടെടുക്കണം കേട്ടോ. അപ്പോൾ ദോശ നമ്മളെ ചോറൊക്കെ മാങ്ങി വെച്ചിട്ടുണ്ട്. ദോശ ഒന്ന് ചുട്ടെടുക്കുക കേട്ടോ. അപ്പോൾ നമ്മളെ വീഡിയോ കാണാനായിട്ട് ഒരുപാട് പേര് കമൻറ്റിലൂടെ അറിയിച്ചിരുന്നു വീഡിയോ എന്താ ചെയ്യാത്തതെന്നൊക്കെ. അപ്പോൾ വീഡിയോ ചെയ്യാത്തതിൻ്റെ ഒരു കാരണം ഞാൻ രാവിലെ 8 മണിക്ക് പോയാൽ വൈകുന്നേരം 6 മണിക്കാണ് വർക്ക് കഴിഞ്ഞ് വരിക. പിന്നെ രാവിലെ പോകുമ്പോഴത്തെ ഒരു തിരക്കാവും. അപ്പോൾ നിങ്ങൾക്ക് തന്നെ ചോദിച്ചാൽ കിട്ടും. ഭയങ്കര തിരക്ക് പിടിച്ച സമയക്കാരം. അപ്പോൾ വീഡിയോ പിന്നെ എൻ്റെ ട്രൈപോഡും പൊട്ടി. വീഡിയോ എടുത്ത് തരാൻ ഒരാളില്ല. കുട്ടികളുള്ളത് അവർ മദ്രസക്കൊക്കെ പോകും. അപ്പോൾ പിന്നെ വീഡിയോ എടുത്ത ഒരാളില്ല. അപ്പോൾ അങ്ങനെ ലാഗാവണം കേട്ടോ.
പിന്നെ മെഷീനിലിട്ട തുണിയൊക്കെ ആയിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് ഉണക്കി ബെഡ്ഷീറ്റൊക്കെ ഒന്ന് വൃത്തിയാക്കി. ഇപ്പം നല്ല നേരം വെളുത്തിട്ടുണ്ട് കേട്ടോ. ഇവരൊക്കെ ഒന്ന് കുളിപ്പിച്ച് നിർത്തിയാണ് അംഗൻവാടിക്ക്. ഇവർ മദ്രസ വിട്ട് നേരത്തെ ഒരു എക്സാം അല്ലേ, അപ്പോൾ കൊണ്ടുപോകാൻ വെള്ളം കുപ്പിയൊക്കെ ഒന്ന് എടുത്ത് റെഡിയാക്കുകയാണ്. അവരൊക്കെ ഒന്ന് കുളിപ്പിച്ച് ഞാനൊന്ന് അടിച്ചു വരിക കേട്ടോ. കാരണം വൈകുന്നേരമല്ലേ പിന്നെ വരിക. അപ്പോൾ ഞാൻ വൈകുന്നേരം വന്നിട്ടാണ് തുടക്കുക, പോകുമ്പോൾ അടിച്ചു വരിടും. അപ്പോൾ മക്കളുണ്ടാവുകൊണ്ട് പെന്നും പേപ്പറും അങ്ങനത്തെ തന്നെ ഉണ്ടാവും കേട്ടോ അടിച്ചു വരാൻ. അപ്പോൾ ഒന്ന് അടിച്ചോരി ഇട്ടാണ്. അതിനെ അടിച്ചോരിട്ടാൽ തന്നെ വീടൊരു വൃത്തിയാണല്ലോ. അപ്പോൾ അടിച്ചോരിട്ട് ഇനി അപ്പം ഇന്ന് നമ്മളെ താഴത്തുനിന്ന് മേമ ചക്കക്കൂട്ടാനും മീൻകറിയും കൊണ്ടു വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മുടെ മീൻകറി ഇന്ന് വെറുതായി. പക്ഷെ എന്നാലും നമുക്ക് നാളെ എടുക്കാം. മീൻകറിയല്ലേ, നാളൊക്കെ ഒന്നും കൂടി ടേസ്റ്റ് കൂടും. അടിപൊളിയായിട്ടുള്ള ചക്കക്കൂട്ടൻ ഫസ്റ്റാണ്. ഈ പ്രാവശ്യം നമുക്ക് ഫസ്റ്റ് കിട്ടുകയാണ്. പിന്നെ 2 മീൻ ഇതുപോലെ മസാലയൊക്കെ വെച്ച് പൊരിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ വർക്കൊക്കെ കഴിഞ്ഞ് ഞാൻ സ്കൂളിലേക്ക് പോവുകയാണ് കേട്ടോ. ഇവിടെ ഒന്നും നേരം വെളുത്തിട്ടില്ല. ഈ പാടത്തെ നല്ല രസമല്ല ഇങ്ങനെ കോട കാണാൻ. ഇവിടെ ഒന്നും നേരം വെളുക്കണേ ഉള്ളൂ. പക്ഷെ സമയം 8 മണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഇതാ പോവുകയാണ്. ഇനി വർക്കിന് പോയിട്ട് വൈകുന്നേരം വരുള്ളൂ. അപ്പം ഇതുപോലുള്ള വീഡിയോ ആയിട്ട് ഇനിയും വരണ്ട്. ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോക്ക് ലൈക്ക് തരാൻ ആരും മറക്കരുത്. അപ്പം അടുത്ത വീഡിയോ ആയിട്ട് വരണ്ട്. അത് എല്ലാവർക്കും ബൈ ബൈ.